പ്രാർത്ഥനയിൽ മുന്നേറുമ്പോൾ മറ്റൊരു ദർശനവും ദൈവപിതാവ് എനിക്ക് കാണിച്ചു തന്നു. അത് ഇപ്രകാരമായിരുന്നു. അത് എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ജോസഫ് അച്ഛൻ ദൈവപിതാവിൻ്റെ ത്രോണിലിരിക്കുകയാണ്, സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ഈ ത്രോണിലെ ഈ ഒരു ദർശനം പിതാവിനെ കാണിച്ചു തന്നപ്പോൾ എനിക്ക് ഒത്തിരി അസൂയ തോന്നി ജോസഫ് അച്ഛനോട്. കാരണം ജോസഫ് അച്ഛൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ദൈവപിതാവിൻ്റെ സിംഹാസനത്തിൽ വ്യാപരിച്ചിരിക്കുന്നത്. വെളിപാട് 7:9-15 നമുക്ക് നോക്കാം. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. അതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ഈ കൃപാസനത്തിൽ അച്ഛന് ഉൾപ്പെടെയുള്ള ധ്യാനഗുരുക്കന്മാരൊക്കെ സ്വർഗത്തിൽ എത്തുമെങ്കിൽ അവർ സിംഹാസനത്തിന് മുൻപിലാണ് നിൽക്കുക എന്ന് നമുക്ക് മനസ്സിലായില്ലേ? കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക് ഈ സിംഹാസനം സംബന്ധിച്ച് കൊടുത്ത വാഗ്ദാനം എന്താണെന്ന് നോക്കാം. അപ്പസ്തോലന്മാർക്ക് പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പിടമില്ല. അത് തെളിയിക്കുന്ന വചനങ്ങൾ മത്തായി 19:28 യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. അപ്പസ്തോലന്മാർക്ക് പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പിടമില്ല. അപ്പോൾ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെക്കാളും ഇസ്രായേൽ ഗോത്രത്തലവന്മാരായ 12 ശ്രേഷ്ഠന്മാരെക്കാളും 12 അപ്പസ്തോലന്മാരെക്കാളും ഉയർന്ന രീതിയിൽ സ്ഥാനം പിതാവിൻ്റെ സിംഹാസനം കേരളത്തിലെ ഒരു ധ്യാനഗുരു അടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വചനമനുസരിച്ച് കൃപാസനത്തിൽ അച്ഛന് പിതാവിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പറ്റുമോ? മാർ അത്തനേഷ്യസും അഗസ്തീനോസും ഒക്കെ ഉൾപ്പെടെ നിരവധി പേരെ സഭാപിതാക്കന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. ആ സഭാപിതാക്കന്മാരുടെ അടിത്തറയിലാണ് സഭ പടുത്തുയർത്തപ്പെട്ടത്. അപ്പസ്തോലന്മാർക്കുള്ള 12 സിംഹാസനങ്ങളോടൊപ്പം ഈ സഭാപിതാക്കന്മാർക്ക് പോലും പ്രത്യേക സിംഹാസനമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധരായ സഭ പ്രഖ്യാപിച്ച ഏറ്റവും അധികം സഭ ആദരിക്കുന്നവർക്ക് പോലും പിതാവിൻ്റെ സിംഹാസനം ഇല്ല. അപ്പോഴാണ് പിതാവിൻ്റെ സിംഹാസനത്തിൽ കൃപാസനാച്ഛൻ കയറിയിരിക്കുന്നു എന്നൊരു ദർശനവും വെളിപ്പെടുത്തലും. വെളിപാട് 2:13 വേറൊരു സിംഹാസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. അവിടെ വസിക്കുന്ന ആ സ്ത്രീക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന അച്ഛനെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളായി ഏതോ ദുഷ്ടാത്മാക്കൾ കാണിച്ചു കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് വന്നുകൂടെ? ദൈവപിതാവ് തന്നെയാണ് എനിക്ക് ആ കാഴ്ച കാണിച്ചു തന്നത്. നീ എവിടെ വസിക്കുന്നെന്ന് എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ.